ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റീഷ്മ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴേക്കും ഇത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ആദ്യം തന്നെ പറയാം. നമ്മൾ ഇതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ സാക്രിഫൈസിന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതായത് എനിക്ക് ഭയങ്കര സ്പൈസിയും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പക്ഷേ മോന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കുറേ പ്രിഫറൻസ് ഞാൻ മാറ്റി വെച്ചു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ്. തീരെ എരിവില്ല അതിന്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ലേശം എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാലപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഒരു ലേശം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് അടിപൊളിയായിട്ടെടുക്കാം. എത്രത്തോളം നമ്മൾ മസാജ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് എല്ലാ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് പുരട്ടി വയ്ക്കുന്നു, അത്രത്തോളം നമുക്ക് അതിൻ്റെ ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഐ നോ ദാറ്റ്. ഞാൻ എന്നാലും പറഞ്ഞു തന്നെയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴേക്കും ആക്ച്വലി എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇവിടെ ആരുമില്ല കേട്ടോ. മോന് ഉറക്കമാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അവനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ തീയും എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. എന്തോ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ ഉറങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതും അടുക്കളയിലേക്ക് കയറുന്നതൊക്കെ. അങ്ങനെ എല്ലാം കൂടി കുഴച്ച് പുരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഞാനിത് പുരട്ടി വെക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്നോട്ടെ. കുറച്ചധികം നേരം നമ്മളത് 2 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിതാ ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, നമുക്ക് വൈകാണ്ട് വരെ കഴിക്കാം. കാരണം കുറച്ച് നാളായി ഞാൻ ചിക്കൻ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാനത് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് അടുത്ത ഉറക്കത്തിന് എന്താണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഉറക്കം പാസ്സാക്കുന്ന സമയത്ത് ഇതങ്ങ് വറുത്തെടുക്കാമല്ലോ എന്നായിരുന്നു. അങ്ങനെ അവൻ രണ്ടാമത് ഉറങ്ങുന്ന സമയത്താണ് ഞാനിത് വറുത്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചോറ് കഴിക്കില്ല. അപ്പോൾ ഇതിനകത്ത് 2 പീസ് എടുത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കൊടുത്തു. അവിടെ ഇവിടെയൊക്കെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് കാക്കിനെയൊക്കെ കാണിച്ച് ഞാനൊരു വിധത്തിൽ അവന് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞു. അപ്പോഴും ഞാൻ രാവിലെ 2 ദോശ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ 9 മണിക്കായിട്ട് ഞാൻ കഴിച്ചത് കേട്ടോ ഭക്ഷണം. ഉണ്ടല്ലേ, അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു, ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇതൊക്കെ ഇങ്ങനെ സവാളയുടെ ഓരോ കഷ്ണമൊക്കെ എടുത്ത് അവന് വളയാക്കി ഇട്ട് കൊടുത്ത് ആ ഹാപ്പിനെസ്സൊക്കെ വീഡിയോ ആയിട്ട് എടുക്കണമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ വിചാരിച്ചത് അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ മോന് എഴുന്നേറ്റ് വന്നു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവനൊന്ന് വീണു. വീണ് കഴിഞ്ഞിട്ട് അവന് ചെറിയൊരു കാലിനൊരു പെയിൻ പോലെ തോന്നി. അവൻ കാല് കുത്തുന്നില്ല താഴേക്ക്. അപ്പോൾ നേരെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നു. നേരെ ഞങ്ങൾ അവരായിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എക്സ്റേ ചെയ്യാനായിട്ട് എഴുതി. പിന്നെ എക്സ്റേ ചെയ്തു. തിരിച്ചു വന്ന് ഡോക്ടറെ വീണ്ടും കണ്ടു. കുഴപ്പമില്ല, ചതവൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എംപ്റ്റി വയറായിട്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ചിക്കനും ഓർമ്മയില്ല, ഞാൻ ഭക്ഷണം കഴിക്കാത്തതും ഒന്നും ഓർമ്മയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ചിക്കൻ ഇത്രയും ചൂടോടെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചില്ല, അവനെ ഓർത്തിട്ട് മാത്രം. പക്ഷെ അവനത് കഴിച്ചു. ഞാനിതാണ് 5 മണിയായപ്പോൾ ഞാനിതാണ് കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. മസാല ദോശ ഉണ്ടില്ലേ, വീട്ടിൽ ചിക്കൻ വെറുതെ ആറി അങ്ങനെ ഇരിക്കുന്നു. ഇതൊന്നും എന്നെ മൈൻഡിലേ ഇല്ല.
എന്തായാലും മോനൊരു കുഴപ്പമില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരാണ്ടോ ചെയ്തത്. പിന്നെ ആ ചിക്കൻ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്ന് പറയും. പിന്നെ അത് ഒരു 7 മണി 8 മണിയായപ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. ബാക്കി എടുത്തപ്പോൾ കറിയാക്കുകയും ചെയ്തു. സവാളയൊക്കെ അവിടെ ഇരുന്ന് ആകെ ഇതായിട്ട് പോയിട്ടോ.